ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളിൻ്റെ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു മീൻ കറിയാണ്, തലയാണ്. എന്താ വെച്ചിട്ട് ഒരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒന്ന് ലേശം ഒന്ന് മേലെ കൂടെ ഒന്ന് വരഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയുള്ളി, വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഒന്ന് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് മൊരിയൊന്നും വേണ്ട. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി, എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കറിവേപ്പില, 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം, അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇതിൻ്റെ വെള്ളം എടുക്കാം. പിഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം പറയുന്ന സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം കൂടി ചേർത്തിട്ട് അരയ്ക്കാം. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. തേങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ജാറൊന്ന് കഴുകി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായി വെന്തു, കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി. ഇനി ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വയ്ക്കാൻ. വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ടേസ്റ്റിൽ നമുക്ക് ഇങ്ങനെ കറി വെച്ച് കഴിക്കാം. ഒരേ ടേസ്റ്റിൽ തന്നെ എപ്പോഴും കഴിക്കണമെന്നില്ലല്ലോ. ഇതായിട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടിയും ചോറോ അല്ലെങ്കിൽ പഴയ ചോറോ അല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കുന്നതാണ് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കാണും.